നമസ്കാരം. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കി സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നതുവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ. ഒരു ഭീഷണിയും വകവയ്ക്കില്ലെന്നും സംഘടനയിൽ കുത്തിത്തിരിപ്പ് നടത്താൻ ആരും നോക്കേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രാഷ്ട്രീയ നിലപാട് ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിക്കാനും അത് നടപ്പിലാക്കാനുള്ള കരുത്ത് തന്റെ പ്രസ്ഥാനത്തിനുണ്ട് എന്നും സൈബർ ഇടങ്ങളിലെ വിമർശകർക്ക് മറുപടിയായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സംവദിക്കാൻ വരുന്നവരെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ വ്യാജ ഐഡികളിലൂടെയുള്ള ഒളിയമ്പ് ചെയ്യൽ തന്നോട് വേണ്ടെന്നും ജാസ്മിൻ ഷാ തുറന്നടിച്ചു. നഴ്സുമാരുടെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജാസ്മിൻ ഷായ്ക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതികൾ മുൻപ് വന്നിരുന്നു. ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ജാസ്മിൻ ഷായ്ക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിനുള്ള മറുപടി എന്ന രീതിയിലാണ് ജാസ്മിൻ ഷാ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ മറുപടി എഴുതുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സമരം നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണങ്ങളെയും ജാസ്മിൻ ഷാ തള്ളിക്കളഞ്ഞു. സാധാരണക്കാരന് വിലയുള്ള ഏക സമയം ഇലക്ഷൻ കാലമാണ്. അത് തിരിച്ചറിഞ്ഞാണ് ആരോഗ്യ പ്രവർത്തകർ ഉചിതമായ സമയത്ത് തന്നെ പോരാട്ടത്തിന് ഇറങ്ങിയത്. 2006 മുതൽ ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾ അതിജീവനത്തിന് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം 75% സ്തംഭിച്ചിരിക്കുകയാണെന്നും ശമ്പളം നൽകാൻ ആശുപത്രികൾ തയ്യാറായിട്ടും സർക്കാർ വിജ്ഞാപനം ഇറക്കാത്തത് എന്തുകൊണ്ടാണെന്നും ജാസ്മിൻ ഷാ ചോദിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തെ വരുമാനം കൊണ്ട് മാത്രം നഴ്സുമാർക്ക് മാന്യമായ ശമ്പളം നൽകാൻ മാനേജ്മെന്റുകൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംഘടനയുടെ പണം തട്ടിയെന്ന കേസുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ജാസ്മിൻ ഷാ കൃത്യമായി മറുപടി നൽകി. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുള്ള വകുപ്പുകൾ കോടതി തള്ളിയതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. തന്റെ പേരിൽ 200ഓളം കേസുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ 10ൽ താഴെയായി കുറഞ്ഞുവെന്നും അതൊക്കെ ഒരു പ്രിവിലേജ് ആയിട്ടാണ് താൻ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനൊപ്പം തന്നെ ജാസ്മിൻ ഷായുടെ പേരിൽ 30 കോടിയുടെ ആസ്തി ഉണ്ടെന്നൊരു വ്യാജ പ്രചരണം നടന്നു. ആ വ്യാജ പ്രചരണത്തോടും അദ്ദേഹം മറുപടി പറഞ്ഞു. 30 കോടിയുടെ ആസ്തി ഉണ്ടെന്ന പ്രചരണത്തോട് 0 വിട്ടുപോയതാകും, 3000 കോടിയെങ്കിലും കാണണമെന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയോടുകൂടിയാണ് അദ്ദേഹം ഈ ആരോപണത്തോട് പ്രതികരിച്ചത്. താൻ MLA സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന പ്രചരണം മണ്ടത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പാർട്ടികളും സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും തൽക്കാലം മത്സരരംഗത്തേക്കില്ലെന്നും സംഘടനയെ ശക്തിപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. UNAയുടെ സമരപരിപാടികൾക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്നത് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയും അദ്ദേഹത്തിന്റെ സ്ഥാപനവും തന്നെയാണ്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയെ സംഘടനയുടെ വേദികളിൽ കയറ്റുന്നതിനെതിരെയും വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. ആ വിമർശനത്തിനും ജാസ്മിൻ ഷാ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്നവരെ തള്ളിപ്പറയുന്ന സ്വഭാവം UNAയ്ക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അഡ്ലെക്സ്, അപ്പോളോ ഉൾപ്പെടെയുള്ള വൻകിട ആശുപത്രികളിലെ നഴ്സുമാരും സമരത്തിൽ അണിനിരക്കുന്നുണ്ടെന്നും വിജയം വരെ പോരാട്ടം തുടരുമെന്നുമാണ് ജാസ്മിൻ ഷാ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ 10,000-കണക്കിന് നഴ്സുമാരാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം തമ്പടിച്ചത്. അവർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അതിനുശേഷം അവർ മാനവീയം വീഥിയിൽ കൺവെൻഷൻ വെച്ചു. അടിസ്ഥാന ശമ്പളം 40,000 ആക്കണമെന്നുള്ള ആവശ്യത്തിന് പുറത്താണ് ഇവർ സമരത്തിലിരിക്കുന്നത്. അതാക്കുകയും സർക്കാർ ഓർഡർ ഇറക്കുകയും വിജ്ഞാപനം ഇറക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെയും സമരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘടന അറിയിക്കുന്നത്.